ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ വിശേഷമാണ്. കാലത്തെണീറ്റ് പൂക്കളൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് തമിഴ്നാട്ടിലുള്ള സൂലക്കല്ല് മാരിയമ്മൻ്റെ അമ്പലത്തിലേക്കാണ്. പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗായ്സ്. അവിടെ ഒരു മാരേജും കൂടിയായിരുന്നു. ഞങ്ങൾ കപ്പിൾസിന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവർ ഞങ്ങൾ പോയതും പിന്നെ അവർ വണ്ടിയിലോട്ട് കയറി. പിന്നെ അവിടെ അതിൻ്റെ റിലേറ്റീവ്സാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഗായ്സ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് അടുത്ത് എന്ന് തോന്നുന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു ബേക്കറിയിൽ കയറി. വായി വെക്കാൻ കൊള്ളാത്തൊരു ചായയും കോഫിയും കുടിച്ചു. പായസം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുടിച്ച ചായയും കോഫിയും നല്ല മധുരമായിരുന്നു. ഞങ്ങളത് കുടിച്ചില്ല. ബാലൻസ് അവിടെ വെച്ച് കടക്കാരോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ മേമ ചാച്ചന് ഫുഡ് കൊടുക്കാനായിട്ട് സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചാച്ചന് ലീവില്ല, ബസ്സിലായതുകൊണ്ട്. അപ്പോൾ ഞാനും മേമയും കൂടെ പോയി ചാച്ചന് ഫുഡൊക്കെ കൊടുത്തു. ഇത് വൈകുന്നേരത്താണ്. കാണുന്ന കുട്ടികളാണ്. മേമ കരിമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കരിമ്പ് വെട്ടി ചെത്തി കൊടുക്കണം, വൃത്തിയാക്കി കൊടുക്കുകയാണ്. മേമ കരിമ്പ് കഴിക്കുകയാണ്. ഇതെൻ്റെ ചേച്ചീൻ്റെ മക്കളാണ്. 3 പേര് എൻ്റെ ചേച്ചീൻ്റെ മക്കളാണ്. അപ്പോൾ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ കാട്ടിൽ പോയി കുഞ്ഞുട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടിനായിട്ട് ഇത് ആനിക്കുട്ടനും കയറുന്നുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ ഏട്ടന്മാരെല്ലാവരും കൂടെ ഒന്നുകൂടി. അപ്പോൾ ചാച്ചനും ഏട്ടന്മാരും എല്ലാവരും കൂടെ ആയപ്പോൾ ഞങ്ങൾ വടംവലി എന്നുള്ള പേരിൽ കയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കളിക്കുകയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഒത്തുകൂടലായിരുന്നു. കാരണം എല്ലാവർക്കും ലീവ് ഉണ്ടായിരുന്നു. ലീവ് എന്ന് വെച്ചാൽ വൈകുന്നേരത്താണ്. അപ്പോൾ എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമും കൂടി ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഓണമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് വടംവലിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായി വന്നില്ല. പക്ഷെ സ്പെൻഡ് ചെയ്ത ടൈം ഞങ്ങൾ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് കുട്ടികൾക്ക് ഒരേ നിർബന്ധം വിജയുടെ സിനിമ കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.